അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ പുറത്തു വന്നപ്പോൾ ഷിംജിത്ത് തെറ്റുകാരിയാണെന്നായിരുന്നു എല്ലാവരുടെയും വാദം ഇതിനകത്ത്. ഈ മറ്റേ ആൾ ആത്മഹത്യപ്പെട്ട വ്യക്തി പീഡിപ്പിച്ചെന്നോ പ്രശ്നം ഉണ്ടാക്കിയെന്നോ ഉള്ള സെൻസേഷനായിട്ടുള്ളൊരു സംഭവം അയാൾക്കെതിരെ ഒരു സൈബർ അറ്റാക്കിങ് ഇങ്ങ് നടന്നിട്ടില്ല. ഉറപ്പാണ്. ഉറപ്പാണ്. ആ വീഡിയോയുടെ അടിയിൽ ഇപ്പം നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്തായാലും ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മളൊരു സാധനം ചെയ്ത് അത് ബാക്ക് ഫയർ ചെയ്താൽ നമ്മൾ പോയിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുമല്ലോ. പക്ഷേ ആ സാധനം സ്റ്റാർട്ട് ചെയ്ത സമയത്തെങ്കിലും പുള്ളിക്കാരന് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടേ. ആ വ്യക്തി അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരാൾക്ക് വിഷമം വന്നാൽ ആത്മഹത്യ അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനം ഉണ്ടാവണമെന്നില്ല. അയാളുടെ മെൻ്റൽ സിറ്റുവേഷൻ എന്താണെന്നോ അയാൾക്ക് ചുറ്റുമുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സൈബർ അറ്റാക്ക് വന്നെന്ന് പറഞ്ഞ് മറ്റേ കൊച്ച് 2024 പെൺകൊച്ച് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു. സൈബർ അറ്റാക്ക് വന്ന് 1 ലക്ഷം ഫോളോവേഴ്സൊക്കെ കാണുമായിരിക്കും അവർക്ക്. സൈബർ അറ്റാക്ക് വന്നത് പേഴ്സണൽ റീസൺസിലാണ്, കണ്ടന്റുമായി ബന്ധപ്പെട്ടില്ല. അവൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ആയ സമയത്ത്, ഇവളൊരു ബ്രേക്കപ്പ് ആയ സമയത്ത് ഇവളുടെ കുറ്റം കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് സോഷ്യൽ മീഡിയ നമുക്ക് ആലോചിച്ചിട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നത്. ഇവളുടെ കുറ്റം കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് പറഞ്ഞ് അവൻ്റെ ഫോളോവേഴ്സ് ഇവളുടെ ഹേറ്റേഴ്സും ചേർന്ന് അവളെ സൈബർ അറ്റാക്ക് ചെയ്തു കമൻറ്റിൽ കൂടെ. അത് അവരുടെ പേഴ്സണൽ റീസൺ ആണ്, നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയം പോലുമല്ല, അവളുടെ കണ്ടന്റിൻ്റെ ബേസിലല്ല, അവളുടെ പേഴ്സണൽ കാര്യത്തിലുള്ള ചോയ്സിൽ അവളുടെ ബ്രേക്കപ്പിന് റീസൺ അവളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ സൈബർ അറ്റാക്ക് ചെയ്യുകയും അടുത്തൊരു മാസത്തിനകത്ത് അവൾ ആത്മഹത്യയും ചെയ്തു. ആ വിഷയത്തിൽ കേസിൽ പുള്ളിക്കാരൻ പ്രതിയാണ്, പോക്സോ കേസാണ്. കാരണം അവൾക്ക് മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് 17 വയസ്സേ ഉള്ളൂ, 18 ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. പോക്സോ കേസിൽ പ്രതിയാക്കി അവൻ 20 വയസ്സും കണ്ടേ ഉള്ളൂ. ആ പയ്യനകത്ത്. പിന്നെ അതിൻ്റെ റിസൾട്ട് എനിക്കും അറിയത്തില്ല. 24 നടന്ന് ഞാൻ ഫോളോ ചെയ്യുന്നില്ല, അപ്പം നമുക്കറിയത്തില്ല അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു. ആ കേസിൽ സൈബർ അറ്റാക്ക് ഒന്നും ആത്മഹത്യ ചെയ്യണോ എന്ന് എനിക്ക് വേണേൽ ചോദിക്കാം. അതായത് നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, മെസ്സേജിൽ കൂടെ തെറി പറഞ്ഞ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ചോദിക്കാം. എനിക്ക് ഉറപ്പാണ് പുള്ളിയെ ഉറപ്പായിട്ടും സ്ലാൻഡർ ചെയ്ത ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഈ ഇൻസിഡന്റിന് ശേഷം കമന്റ് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കളഞ്ഞ ആൾക്കാർ എന്തായാലും ഉണ്ടാവും.